അപ്പം 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും അതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും ഓർമ്മിപ്പിക്കുന്നത്. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിനുശേഷം എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ലെന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യാം. അപ്പൊ നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് അതാണ്. അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ അവിശ്വാസം, തുടർച്ചയായ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മൾ ചിന്തിച്ചതാണ്. അതിനുശേഷം 6-ാം വാക്യത്തിൽ അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇട ശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണുകയുണ്ടായി, ജോഷുവയുടെയും മോശയുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനം അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് 40 ദിവസം കൊണ്ട് പ്രവേശിക്കേണ്ട കനാൻ നാട് അവർക്ക് പ്രവേശിക്കാതെ ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് 40 വർഷം ദൈവം അവരെ പുറകോട്ട് നടത്തി. ഇല്ലെങ്കിൽ അവിടെ മരുഭൂമിയിൽ അലയുമാറാക്കി ആ തലമുറ മുഴുവനും നശിച്ചു പോകാൻ കാരണമായി അവരുടെ അവിശ്വാസം, അവരുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഹൃദയങ്ങൾ കഠിനമാക്കിയത് കൊണ്ട് ദൈവത്തിന് അവരോട് ആ തലമുറയോട് നീരസം ഉണ്ടായി എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ടായി. അപ്പം അതിനുശേഷം നമുക്ക് കാണാൻ പോവുകയാണ്. അപ്പം അതായത് മുമ്പേ സദ്വർത്താനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും എന്നാണ്. അപ്പൊ അനുസരണക്കേട്, തുടർച്ചയായ അവിശ്വാസം മൂലം അവർക്ക് കനാൻ നാട് നഷ്ടമായി എന്ന് കാണാം. അത് നമ്മൾ പഠിക്കുകയുണ്ടായി. സ്വർഗത്തിന്റെ ഒരു പ്രതീകമാണ് കനാൻ നാടെന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. സ്വർഗം, യഥാർത്ഥമായ സ്വസ്ഥത, യഥാർത്ഥമായ സ്ഥലം ദൈവം തൻ്റെ ജനത്തിന് ഒരുക്കിയിരിക്കുന്നത് സ്വർഗമാണ്. അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ്, ഒരു പ്രതീകം മാത്രമാണ് കനാൻ നാട്. ആ കനാൻ നാട്ടിലേക്കാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തതും ഇസ്രായേൽ ജനങ്ങളോടെല്ലാം വാഗ്ദാനം ചെയ്തതും അവർക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും അവർക്കത് പ്രവേശിക്കാൻ കഴിയാതെ പോയി. അത് അവരുടെ അനുസരണക്കേടും അവരുടെ അവിശ്വാസവും നിമിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. ഈ അതേപോലെ തന്നെ ആ ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഇന്നും നമുക്കും ഒരു വാഗ്ദാനം ലഭിച്ചവരാണ്, നമ്മളും ഒരു വാഗ്ദാനം കേട്ടവരാണ്. അതായത് 2-ാം വാക്യത്തിലാണ്, അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് അവർ, കാരണം ദൈവത്തിൻ്റെ വചനം അവർ അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ വചനം അവർ വിശ്വസിച്ചില്ല. അതാണ് അന്നും ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് ഇന്നും നമ്മൾ അനുസരിക്കേണ്ടത്, ഇന്നും നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതെന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടുകിട്ടും. അപ്പം അതുകൊണ്ട് 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരാം. 8-ാം വാക്യത്തിൽ വരുമ്പോൾ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതായത് അന്ന് ദൈവം അവരെ കനാൻ നാട്ടിലേക്ക് എത്തിക്കുവാൻ, കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരെ പുറപ്പെടുവിച്ചു. അവരെ ഈ സമയങ്ങളിൽ എല്ലാ വിധത്തിലും ദൈവം കൂടെ നടന്നുകൊണ്ടാണ് അവരെ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കൊണ്ടുപോയത്. ദൈവമാണ് അവരുടെ കൂടെ നടന്നത്. ഇന്ന് അതുമായിട്ട് താരതമ്യം ചെയ്താൽ അവരൊരു ഭൗതികമായ കനാൻ നാട്ടിലേക്കാണ്, അല്ലെങ്കിൽ ഭൗതികമായ ഭൂമിയിലുള്ള ഒരു സ്ഥലത്തിലേക്കാണ് അവർ പോയത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്വർഗത്തിലേക്കാണ് പോണത്. ഇന്ന് ദൈവം കൂടെയല്ല, ദൈവം നമ്മുടെ ഉള്ളിലാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ വചനമുണ്ട്. അന്നും ദൈവത്തിന്റെ വചനമുണ്ട്. അന്ന് അവർ വിശ്വസിക്കണമായിരുന്നു, ഇന്ന് നമ്മൾ വിശ്വസിക്കണം. അന്ന് ദൈവം കൂടെയുണ്ട്, ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അനുസരണക്കേടും അവിശ്വാസവും വളരെയധികം ദോഷം ചെയ്യും. അത് അന്നും ഇന്നും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്
വർഷങ്ങൾക്ക് ശേഷം, പിന്നെ 40 വർഷങ്ങൾക്ക് ശേഷം യോശുവ അവരെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ അപ്പൊ അതായിരുന്നോ യഥാർത്ഥ സ്വസ്ഥത? അത് താൽക്കാലികമാണ്. അപ്പൊ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പിന്നത്തേതിൽ ഇല്ലായിരുന്നു. അപ്പൊ ആകയാൽ അതിനുശേഷം പറയണം, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തുമായിട്ട് കണക്ട് ചെയ്യണേണ്? ദൈവം തൻ്റെ പ്രവൃത്തി 6 ദിവസം കൊണ്ട് തികച്ചതിന് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചല്ലോ. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യണേ. ഇന്ന് ദൈവത്തിന്റെ ജനത്തിന്, ഇന്ന് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന ഈ ലോക ജീവിതയാത്ര ശരിക്കും ഒരു ദൈവം 6 ദിവസം തൻ്റെ സൃഷ്ടികർമ്മം നടത്താനായിട്ട് ഉപയോഗിച്ചതെന്ന പോലെ അതുമായിട്ട് താരതമ്യം ചെയ്യുവാണ്. ഇന്ന് നമ്മൾക്കും ഒരു സ്വസ്ഥത, ഇല്ലെങ്കിൽ നമുക്കും ഒരു പ്രവൃത്തി ഇവിടെ നമുക്കും തന്നിരിക്കുകയാണെന്ന് താഴെ വായിക്കുന്നുണ്ട്. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. 10-ാം വാക്യത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ. എന്താ ദൈവം തൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചു. അപ്പൊ 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ച അതുമായിട്ട് നമ്മളുടെ ഈ കാലഘട്ടം അതിനെ താരതമ്യം ചെയ്യണേ. അപ്പൊ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അപ്പം നമുക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുക എന്ന് പറയുന്നത് ശബത്ത് അനുഭവം. അതായത് നമ്മളുടെ ഈ ലോക ജീവിതത്തിന്റെ ഇന്ന് നാം വിശ്വാസത്തിൽ നടക്കുന്നു, വിശ്വാസത്തിൽ അധ്വാനമുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രവൃത്തികളുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശീലനം, ഒത്തിരി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകാൻ നമ്മൾ അധ്വാനിച്ചും പരിശീലിച്ചും നമ്മളെ തന്നെ ഒരുക്കിയും കർത്താവ് നടന്നതുപോലെ നടന്നും സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സുറപ്പിച്ചും ഉയരത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ ഈ യാത്ര അതിശ്രദ്ധയോടുകൂടി നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ആ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ദൈവം പൂർത്തിയാക്കിയതിന് ശേഷം വിശ്രമിച്ച പോലെ നമുക്കും അതിനു മുമ്പ് നമുക്കൊരു സ്വസ്ഥത ദൈവം വെച്ചിട്ടുണ്ട്. ആ സ്വസ്ഥതയ്ക്ക് മുമ്പ് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്തതുപോലെ, ദൈവം പ്രവർത്തിച്ച് പൂർത്തിയാക്കിയതുപോലെ നമ്മൾക്കും പൂർത്തിയാക്കാൻ കുറേ കാര്യങ്ങൾ ദൈവം ലോകത്തിൽ തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം തന്നെ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് വന്നിട്ടില്ല എങ്കിലും നമുക്ക് ഇവിടെ നിന്നൊന്ന് അതിലേക്കൊന്ന് എത്തി നോക്കാം. എബ്രായ ലേഖനം 11-ന്റെ 13 മുതൽ 16 വരെ. അപ്പം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പൊ അവർ കനാൻ നാട്ട് ദൈവം കൊടുത്തുവെങ്കിൽ പോലും, ദൈവം അവർക്കൊരു സ്വസ്ഥത യോശുവയിലൂടെ കനാൻ നാട്ടിലേക്ക് അവരെ പ്രവേശിച്ചുവെങ്കിൽ പോലും അതല്ലായിരുന്നു ശാശ്വതമായത്. ഇപ്പൊ അബ്രാഹാമിന് ദൈവം കനാൻ നാട്ടിലേക്ക് ദൈവം കൊണ്ടൊന്നായിരുന്നു. അതിനുശേഷമാണ് യാക്കോബിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് പോയത്. വീണ്ടും 400 വർഷം കഴിയുമ്പോൾ ഈജിപ്തിൽ നിന്ന് തിരിച്ച് കനാൻ നാട്ടിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതൊന്നും അല്ല ദൈവം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പാലും തേനും ഒഴുകുന്ന നാട്ടിൽ തന്നെയാണ് അവർ കയറി ചെന്നത്. പക്ഷേ അപ്പോഴും അവർക്കെല്ലാവർക്കും, അതായത് അവിടെ പറയണത് ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ. അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥ വാഗ്ദത്തം. അബ്രാഹാമിനോട് ദൈവം കനാൻ നാട്ടിലേക്ക് ദൈവം ഞാൻ നിനക്ക് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു. ദൈവം അവിടെയാണ് കൊണ്ടുവന്നത് അബ്രാഹാമിനെ. അതിനുശേഷം ദൈവം നിന്റെ സന്തതി മുഖാന്തരം ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം കൊടുത്ത വാഗ്ദാനം, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു അനുഗ്രഹമായ ഒരു സ്ഥലത്തെക്കുറിച്ചും അനുഗ്രഹമേറിയ ഒരു ജീവിതം, അനുഗ്രഹമേറിയ ഒരു രക്ഷകൻ, അനുഗ്രഹമേറിയ ഒരു രാജകീയമായ അല്ലെങ്കിൽ രാജാവ്, ഭരണം,
അവൻ്റെ ജനം എന്നുള്ള ഒരവസ്ഥ ദൈവം പണ്ട് തന്നെ അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ദൈവം അതിൻ്റെ ഫിനിഷിങ് പോയിന്റ് എന്നാണ്, അതായത് ഫിനിഷിങ് ചിത്രമാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ആദ്യം ഉള്ളത്. ദൈവത്തിൻ്റെ ജനം എവിടെ ഇരിക്കും, അവസാനം നമ്മളെല്ലാവരും എവിടെ ഇരിക്കും എന്നുള്ള ആ പൂർത്തീകരിക്കപ്പെട്ട ചിത്രമാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ആദ്യം ഉള്ളത്. അതിനനുസരിച്ചാണ് ദൈവം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. നമ്മളെ സിൽവാൻസ് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പോലെ നമ്മൾ ക്രൂശീകരണം പോലും, ക്രൂശിലെ മരണം പോലും ദൈവം അതിനനുസരിച്ചാണ് ക്രമീകരിച്ചത്. നമ്മളെ, അതായത് ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ഇന്ന് എന്ത് ചെയ്യണം, കർത്താവിനോട്, അതായത് ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ, ഒരു പുതിയ സൃഷ്ടി ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവരുടെ ജീവിതത്തിൽ അവൻ ക്രിസ്തുവിനെ പോലെ അവൻ ക്രിസ്തുവിനോട് ചേർന്ന്, അതായത് അവനോട് കൂടെ മരിച്ച്, അവനോട് കൂടെ അടക്കപ്പെട്ട്, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്, അവരുടെ രാജ്യത്തിലേക്ക്, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കണം. അപ്പം അങ്ങനെ ആ ഒരു പദ്ധതി തന്നെ ആ പദ്ധതി തന്നെ ക്രമീകരിക്കപ്പെട്ടത് തന്നെ നമ്മൾ എന്തിലേക്കാണോ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണോ നമ്മൾ ഇന്ന് ക്രിസ്തുവിലേക്ക് വരുന്നത്, അതിനനുസരിച്ചാണ് ക്രൂശീകരണം പോലും ദൈവം പദ്ധതി ഒരുക്കിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ഒരു പൂർത്തിയാക്കിയ ചിത്രമാണ്, ഒരു പൂർത്തിയാക്കിയ കാര്യം. ദൈവത്തിൻ്റെ പദ്ധതി അത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, പ്ലാനുണ്ട്. ലോകം സൃഷ്ടിക്കുന്നതിന്, ഭൂമി പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ദൈവം ക്രമീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിച്ചതുപോലെ തന്നെ ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ തന്നെ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കാരണം അവർ ആ ദൈവം അന്ന് കൊടുത്ത സ്വസ്ഥതയിൽ പ്രവേശിച്ചാണ് അവർ, കനാൻ നാട്ടിൽ അവർ പ്രവേശിച്ചു. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിലെന്താണ്? ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. അബ്രഹാം അന്യരും പരദേശികളുമായിട്ട്, നോഹയാലും എല്ലാവരും ഈ ലോകത്തിൽ അല്ല അവർ മനസ്സുറപ്പിച്ചത്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നത് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. അപ്പൊ അബ്രഹാം വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് തന്നെ അതായത് ഹാനാനിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു ഊരിൽ നിന്നൊക്കെ വിടിവിച്ച് ഇല്ലെങ്കിൽ കൊണ്ടുവരുമ്പോഴെല്ലാം അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അതിലേക്ക് തിരിച്ചു പോകാനല്ല ചിന്തിച്ചത്. പിന്നെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അവർ ഓർത്തിട്ട് പോലും അങ്ങനെ. പക്ഷെ നമുക്ക് ഈ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, അവർക്ക് വിശ്വാസമില്ലാഞ്ഞുകൊണ്ട്, അവർ തുടർച്ചയായി അവിശ്വസിച്ചതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. എങ്ങോട്ട്? അടിമദേശത്തേക്ക്. അപ്പം ഈ കാര്യങ്ങൾ, അപ്പം ഇവിടെ 16-ാം വാക്യത്തിൽ പറയുന്നത്, അവരോ അധികം നല്ലതിനെ ദൈവത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോയവർ എല്ലാവരും തന്നെ എന്തിനെയാണ് അവർ കൂടുതൽ ആഗ്രഹിച്ചത്? ഈ ലോകത്തിലെ അവർക്ക് തേനും പാലൊഴുകുന്ന ഒരു ദേശം, അതിനേക്കാൾ അപ്പുറമായിട്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ എന്തിനേക്കാളും ഏറ്റവും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ആരുടെ ദൈവം എന്നാണ് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്തിൽ ജീവിക്കുന്ന മക്കളെ. ഇന്ന് നാം വിശ്വസ്തരാണെങ്കിൽ, ഇന്ന് നാം ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനമാണെങ്കിൽ, ഇന്ന് നമ്മ ഓരോരുത്തരും, ഇന്ന് നമ്മുടെ സമയമാണ്. അബ്രാഹാമിന്റെ സമയം കടന്നുപോയി, നോഹയുടെ സമയം കടന്നുപോയി, ജോബിന്റെ സമയം കടന്നുപോയി, ഇസ്രായേൽ ജനങ്ങളുടെ സമയം കടന്നുപോയി. ഇന്ന് അവരെ പോലെ നമ്മളാണ്. ഇന്ന് നമ്മുടെ സമയത്ത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ ജനമാണെങ്കിൽ, മക്കളാണെങ്കിൽ, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മെക്കുറിച്ചും അവൻ അതാ ആഗ്രഹിക്കുന്നത്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ച് അത് ആ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയം ഇവിടെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നഗരം ഒരുക്കിയിരിക്കുകയാണ്. പക്ഷേ വിശ്വാസത്തിൽ മരിച്ചവർക്ക് വിശ്വാസം കാത്തുകൊള്ളുവാൻ അധ്വാനം ഉണ്ടായിരുന്നു, ഇല്ലേ? വിശ്വാസത്തിൽ മരിച്ച അന്ന് വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നോഹയ്ക്ക് അധ്വാനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായി.
മോശയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? അധ്വാനം ഉണ്ടായിരുന്നു. അബ്രഹാമിനുണ്ടായിരുന്നില്ലേ? വില കൊടുക്കേണ്ടി വന്നില്ലേ പലതും? ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോൾ ഇറങ്ങി പുറപ്പെടണമായിരുന്നു. മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞെങ്കിൽ മകനെ യാഗം അർപ്പിക്കണമായിരുന്നു. ദൈവം പറയുന്നത് അനുസരിക്കണമായിരുന്നു, കേൾക്കണമായിരുന്നു, വിശ്വസിക്കണമായിരുന്നു, അനുസരിക്കണമായിരുന്നു. മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത് ദൈവത്തിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്ന വിശ്വാസത്തിൽ മരിച്ചവർക്ക്, അല്ലെങ്കിൽ അന്ന് അവർ വിശ്വാസത്തിൽ മരിച്ചുവെങ്കിൽ അവരുടെ വിശ്വാസം കാത്തുകൊള്ളുവാൻ, അവർക്ക് വിശ്വാസം മുറുകെ പിടിക്കാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ ഒത്തിരി അധ്വാനം ഉണ്ടായിരുന്നു. സഭ ആരംഭിച്ച കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതും അതിനപ്പുറം പല കാലഘട്ടങ്ങളിലും നമുക്ക് അനവധി ആളുകൾ, അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, അവർക്ക് പല ആളുകളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടായി. അവർ പ്രാണനെ പോലും, അവരുടെ മരണം പോലും മുമ്പിൽ മരണം കാണുമ്പോഴും അവർ വിശ്വാസം തള്ളിക്കളയാതെ ജീവിച്ചു. വിശ്വാസം തള്ളിക്കളയാതെ, അല്ലെങ്കിൽ അവിടെ മരിക്കാൻ വേണ്ടി തന്നെ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പോലും, അതാണ് അങ്ങനെ വിശ്വാസ വീരന്മാരുടെ ഒരു മുറിയാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടതും ഉപദ്രവിക്കപ്പെട്ടതും കർത്താവിനെ പ്രതി, ദൈവത്തെ പ്രതി പലതും സഹിച്ചതും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വിഷയം ഇതാണ്. ഇന്ന് ലോകത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ വിട്ട് ദൈവത്തെ സേവിക്കുവാനായിട്ട്, ദൈവത്തെ മാത്രം യജമാനനായി കണ്ടുകൊണ്ട്, ഇന്ന് എൻ്റെ യജമാനൻ, എൻ്റെ കർത്താവ്, എൻ്റെ മാസ്റ്റർ, ലോർഡ് യേശു, അതാണ് നമ്മൾ ഏറ്റു പറഞ്ഞത്. യേശു കർത്താവാണെന്നാണ് നമ്മൾ ഏറ്റു പറഞ്ഞത്. അവനെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനെ സേവിക്കാൻ, നമ്മുടെ യജമാനനായ കർത്താവിനെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് അവനെ സേവിക്കാനായിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ, ഇങ്ങനെ മുമ്പോട്ട് ആ വിശ്വാസത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ, നമുക്ക് കർത്താവ് പറയണത്, ലോകം നമുക്ക് സ്നേഹിതന്മാരല്ല, ശത്രുക്കളായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകം ആരായിരിക്കും? ശത്രുക്കളായിരിക്കും. അതേസമയത്ത് ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തോട് ശത്രുവായി പോകുന്നു. അപ്പം ഈ കാര്യങ്ങളാണ്. അപ്പം ലോകം നമ്മെ ത്യജിക്കും, ലോകം നമ്മളെ തള്ളിക്കളയും, നമ്മുടെ സ്നേഹിതരെ നമ്മളെ തള്ളിക്കളയും, നമ്മുടെ ബന്ധുക്കൾ. നമുക്ക് നോക്കാം, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ കർത്താവ് യേശുവിലേക്ക് വന്നപ്പോൾ നമുക്ക് പറഞ്ഞു തീരാത്തതായ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് വിടുതലുണ്ട്, സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പാപങ്ങളുടെ മോചനത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷവും സമാധാനവും നിരപ്പും, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളിന്ന് അപ്പനും മകനും എന്നുള്ള ബന്ധം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ബന്ധം ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ, സ്വർഗീയ പിതാവിനെ പ്രസാദമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, പക്ഷേ മറുവശത്ത് ഭൂമിയിൽ നമ്മൾക്ക് അതേപോലെ തന്നെ അവഗണനകൾ ഉണ്ട്. ലോകത്തിൽ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പലരും നമ്മളെ വിട്ട് മാറി നിൽക്കുന്നുണ്ട്, നമ്മളോട് അറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ സ്നേഹിതര്, നമുക്ക് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചവർ പലരും നമുക്ക് ചിതറിപ്പോയി. അപ്പൊ അങ്ങനെ മാറിപ്പോയ ഒരു അവസ്ഥ അനുഭവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഇത് നമ്മളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് എല്ലാ കാലഘട്ടത്തിലും ഇത് വാസ്തവമാണ്. കർത്താവ് പറഞ്ഞത്, എന്നെ പ്രതി നിങ്ങൾക്ക് എന്ത് സഹിക്കേണ്ടി വരും? എൻ്റെ നാമനിമിത്തം നിങ്ങൾ പലതും, അതായത് ലോകത്തിൽ, അതായത് ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ, അവരുടെ കുടുംബത്തിൽ പോലും പല പ്രശ്നങ്ങളും സഹിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് കാണിച്ചിരിക്കാൻ, ഇവിടെ ഈ ബന്ധങ്ങളെല്ലാം തന്നെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും അവസാനിക്കാത്ത നിത്യത വരാമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്.
അത് ഏത് സമയത്താണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചേക്കണം പറയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ല. അത് ദൈവത്തിന് അതറിയാം. വാസ്തവത്തിൽ ആ സമയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ ആ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ സമയം തക്കത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് എപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചും പരിശോധനയുണ്ട്, പരീക്ഷകളുണ്ട്. നമ്മൾ യേശുവാണ് നമ്മുടെ എല്ലാ വിധത്തിലും ആ കാര്യത്തിലും മാതൃക. ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ നമുക്കവിടെ വായിക്കാൻ സാധിക്കും. യേശുവിന് ആ പരിശോധന ഉണ്ടായി. പരിശോധന ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ മറുകരയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പരീക്ഷിക്കപ്പെടും. നമ്മളുടെ ജീവിതം വെറുതെ നമുക്ക് അങ്ങ് കടന്നു പോകാൻ ഈസി ആയിട്ട് പറ്റില്ല. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവന് 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവന് ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവന് മറുപടി കൊടുക്കുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. തിരുവെഴുത്തിൽ നിന്ന് യേശു ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുക. പക്ഷെ പിശാച് വിടുന്നില്ല. അടുത്ത പരീക്ഷ പിശാച് കൊണ്ടുവരികയാണ്. അവനെ ഓരോ വിധത്തിലും ഓരോ കാര്യങ്ങളിലൂടെയും പിശാച് കൊണ്ടുപോവുകയാണ്. 6 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പിശാച് അവരെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെ ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. ഇതെങ്കിൽ പരമ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. കണ്ടാ? അപ്പം ഇതൊക്കെ ഞാൻ തരാം. ഓഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പരീക്ഷകൾ യേശുവിനെ നടന്ന പോലെ തന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മൾക്ക് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതുപോലുള്ള ഈ 3 കാര്യങ്ങൾ ഇപ്പൊ ഹവ്വ അനുഭവിച്ചത് തന്നെയാണ്. ഹവ്വയെ പിശാച് പരീക്ഷിക്കുമ്പോഴും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ പരിശോധനകളെല്ലാം, ഈ പരീക്ഷകളെല്ലാം തന്നെ നമുക്കും ജയിക്കേണ്ടത് ഉണ്ട്. യേശു പക്ഷേ അവിടെ എല്ലാം തോറ്റു കൊടുക്കാതെ മുൻപോട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാം. നീ എന്നെ പിശാച് പറയണം, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. യേശു എന്താ പറയണം? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ പരീക്ഷകൾ ഓരോ മേഖലയിലും നമുക്ക് കടന്നു പോകാൻ കാണാൻ സാധിക്കുകയാണ്. യേശു പരീക്ഷയിൽ വീണില്ല, ജയിച്ചതായിട്ട് നമുക്ക് കാണാം. അതേപോലെ നമ്മെ സംബന്ധിച്ചും പരിശോധനകൾ വരും, പരീക്ഷകൾ വരും ജീവിതത്തിൽ. പക്ഷേ പരീക്ഷിക്കപ്പെടുമ്പോൾ വീഴുന്നത് ഈസിയാണ്. പക്ഷേ അത് ജയിക്കാൻ എന്ത് വേണം? അധ്വാനം. ഇതാണ് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ കാണിക്കുന്ന വിശ്വാസവീരന്മാരുടെ എല്ലാം ജീവിതം. വിജയിക്കാൻ അധ്വാനം വേണം. അവരെല്ലാം വിജയിച്ചവരാണ്. അപ്പം എബ്രായ ലേഖനം 4:10 നമുക്ക് തിരിച്ചു വരാം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ എന്ത് ചെയ്യുന്നു? 7-ാം നാള് നിവൃത്തനായി. അതായത് അവിടെ നമുക്ക് കാണാം, 7-ാം നാളിൽ ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കണം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ ദൈവവുമായി, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായി, സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു ഭൗതിക സ്ഥലത്ത്, ഒരു കനാൻ നാടിനെ പോലെ ഒരു ഭൗതിക സ്ഥലത്ത് പ്രവേശിക്കുക മാത്രമല്ല സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്ഥതയുടെ മറ്റൊരർത്ഥം സമാധാനത്തിലേക്ക് പ്രവേശിക്കുക. ആരുമായി? ദൈവവുമായി സമാധാനമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നത് അത് സ്വസ്ഥതയാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് എന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന പാപം എന്ന മഹാപ്രശ്നം, പാപത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും കഴുകൽ പ്രാപിക്കുക. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. അകന്നിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. ശത്രുക്കളായിരുന്നവർ
ദൈവത്തിൻ്റെ ജനമായി, അവൻ്റെ സ്വന്തം രാജകീയ പുരോഹിതവർഗമായി, വിശുദ്ധ വംശം, സ്വന്തം ജനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പം ദൈവവുമായിട്ടുള്ള അകന്നിരുന്നവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ആ റിലേഷൻഷിപ്പിലേക്ക്, ദൈവവുമായിട്ടുള്ള സമാധാനം, ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾക്ക് ഇന്ന് പ്രവേശിക്കാൻ കഴിയുമ്പോൾ, നാം അവനിലും ദൈവം നമ്മളിലും വസിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് സ്വസ്ഥത, സമാധാനം. ദൈവമക്കൾക്ക് ഇന്ന് തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട്? അനുഗ്രഹീതമായ ഒരു സ്വസ്ഥത, സമാധാനം. ഇന്ന് നമുക്ക് ദൈവം സമാധാനം തന്നു. ഞാൻ സമാധാനം തന്നേച്ചു പോകണമെന്ന് കർത്താവ് പറഞ്ഞത്. ഇവിടെ ലേഖനങ്ങൾ ഓരോന്ന് അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനൊക്കെ എഴുതുന്നതാണ്. ലേഖനങ്ങൾ ഓരോന്ന് അവസാനിപ്പിക്കുമ്പോൾ ആരുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇല്ലെങ്കിൽ സമാധാനം, പിതാവിൻ്റെ സമാധാനം, പുത്രൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ പരിപാലന, ഇതെല്ലാം ലഭിക്കുന്ന ഒരു ജീവിതത്തിൽ നമ്മൾ വരുമ്പോൾ ഇന്ന് നാം ദൈവത്തിലും ദൈവം നമ്മളിലും വസിക്കുന്ന ഒരു ജീവിതം തന്നെ എന്താണ്? ഈ ലോകത്തിൽ നാം സ്വസ്ഥതയും സമാധാനത്തിൽ കടന്നുപോയി. ഇതിനേക്കാൾ അനുഭവം ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇവിടെ എബ്രായലേഖനം ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ദൈവത്തിന്റെ ജനത്തിന് എന്ത് ശേഷിച്ചിരിക്കുന്നു? അവിടെ 9-ാം ഭാഗത്തിൽ അതാണ്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ദാനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമ്മൾ അതിലേക്ക് അപ്പം ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തൻ്റെ പ്രവൃത്തികൾ തികച്ചതിന് ശേഷമാണ് വിശ്രമിച്ചത്. ദൈവം തൻ്റെ പ്രവൃത്തികൾ സകലതും, എല്ലാ പ്രവൃത്തികളും സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായിക്കൊണ്ടാണ് പ്രവർത്തിച്ച് അത് പൂർത്തിയാക്കിച്ചതിന് ശേഷം മാത്രമാണ് ദൈവം അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ നമ്മെ സംബന്ധിച്ചും ഇപ്പോൾ ഫിലിപ്പിയ ലേഖനം, എഫെസ്യ ലേഖനം 2:10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണാം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവവും മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്ക് നമ്മുടെ കാലം അവസാനിക്കുന്ന സമയം വരെ, നമ്മുടെ ശ്വാസം ദൈവം തിരിച്ചെടുക്കുന്ന സമയം വരെ ദൈവം നമ്മുടെ ശ്വാസം എടുക്കും. അവൻ ഒരു അലാറം വെച്ചേക്കണ പോലെ തന്നെ, ഒരു ടൈമർ വെച്ചേക്കണ പോലെ ദൈവം തൻ്റെ സമയം നമ്മുടെ സമയം അത് ആ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ സംഭവം പോലെ ദൈവം അത് ഓണാക്കി വെച്ചേക്കുകയാണ്. അത് ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഓരോ മണിക്കൂർ കടന്നു പോകുമ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ആയുസിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ നേരവും കുറഞ്ഞ് അവസാനം അത് നിൽക്കും. നമ്മുടെ സമയം കഴിയുമ്പോൾ നമ്മൾ എടുക്കപ്പെടുന്ന ആ സമയം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ ട്രാൻസ്ലേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചില ജോലിക്കാരെ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള 2 സമയമുണ്ട്. ഏത് സമയമായിരിക്കും എന്നറിയാമോ? അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. 2 സമയം ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ രാവിലെ 7 മണിക്കൊക്കെ ജോലി കയറുന്നവരാണ്. അപ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന ഒരു സമയം എന്താണെന്ന് ഉച്ചയ്ക്ക് 1 മണിയാണ്. ഭക്ഷണം കഴിക്കാൻ അവരെല്ലാം ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം 1 മണി ഓർക്കുമ്പോൾ സന്തോഷമാണ്. രണ്ടാമത്തെ സമയം എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. അവർക്ക് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാം. അഥവാ ഒരു ജോലി, അപ്പോൾ ജോലി കഴിഞ്ഞ് അവർക്ക് വീട്ടിൽ പോകാൻ അവരുടെ ജോലികളെല്ലാം പൂർത്തിയായി അവർക്ക് വീട്ടിൽ പോകാം. അത് ആ ഒരു 2 സമയങ്ങൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മെ സംബന്ധിച്ച് എന്താണ് ഹാപ്പി? ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളുടെ ഹാപ്പി, നമ്മുടെ ഈ പ്രവൃത്തികളെല്ലാം നമുക്കെല്ലാം നമ്മുടെ ടൈം തക്കത്തിലെല്ലാം നമ്മൾ ഉപയോഗിച്ച് ദൈവത്തിന് ഇഷ്ടമായ ഒരു മേഖലയിലെല്ലാം നമ്മളുടെ സമയം
ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, പഠിക്കുന്നു, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേറൊരു വഴിയും ഇല്ല ദൈവവചനം അല്ലാതെ. ദൈവവചനം മാത്രമാണ് നമ്മളെ യേശുവിലേക്ക് കൊണ്ടുപോകുന്നത്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സ് യേശുവിലേക്ക് ഉറപ്പിക്കുന്നത് മറ്റൊന്നിനാലും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആശ്വാസം തരുന്നത്, ദൈവത്തെങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ മനസ്സ് വിശ്വാസത്തിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ച് ഉറപ്പിച്ച് നിർത്തുവാൻ. ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ, ഇന്നലെ ജോനാഥനും ജെറിയും ഇവിടെ മമ്മിയോട് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ഭയങ്കര പ്രത്യാശയുള്ള അവർക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. ഞങ്ങൾക്ക് ഇപ്പോൾ ഭാരമുള്ളത് എൻ്റെ അമ്മ പോകുമോ, എൻ്റെ അപ്പം പോകുമോ, എൻ്റെ ഗ്രാൻഡ്മ പോകുമോ, അവിടെയുള്ള അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധിക്ക്. നിങ്ങൾ വിശ്വാസം ഉണ്ടാവും. നിങ്ങൾ ബൈബിൾ വായിച്ചോ? നിങ്ങൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാവും? അവർ ഉത്സാഹിപ്പിക്കുന്നത് രണ്ടുപേരും കൂടി മാറി എന്ന് ആ മുറിയിലിരുന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കേട്ടിട്ട്. കാരണം ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അമ്മ അത് കേട്ടിട്ട് ഭയങ്കര ഉത്സാഹം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ദൈവവചനമാണ് ഉത്സാഹം തരുന്നത്, നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. നമുക്ക് ഇവിടെ നമ്മൾ ചിന്തിച്ച പോലെ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശബത്ത് അനുഭവത്തിലേക്ക് നമുക്ക് അതാണ് നമ്മുടെ എയിം, അതാണ് ലക്ഷ്യം, അതാണ് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന പോലെ അതിനു മുമ്പ് പ്രവൃത്തികളായിരുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് പ്രവൃത്തികളാണ്. ഈ സമയത്ത് നമ്മുടെ ജോലി, അധ്വാനം, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വേല ചെയ്യാൻ. നമ്മൾ തെസലോനിക്കയിൽ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസത്തിന്റെ വേല സ്നേഹപ്രയത്നം, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും മുമ്പോട്ട് നമ്മൾ കടന്നു പോകുന്തോറും ദൈവജനത്തിന് അധ്വാനമുണ്ട്. ഈ അധ്വാനത്തിൽ നിന്നാണ് നമ്മൾ ഒരു ദിവസം വിശ്രമിക്കാനായിട്ട് ദൈവം വെച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ ദൈവത്തിൻ്റെ നാമത്തിന്, അവൻ്റെ മഹത്വത്തിന്, പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോകത്തിൽ ദൈവികമായ ഒരു ജീവിതം, ദൈവികമായ ഒരു അധ്വാനം, നമ്മുടെ യഥാർത്ഥ പ്രതിഫലത്തിന് വേണ്ടിയുള്ള അധ്വാനം. അപ്പൊ ദൈവത്തിനൊരു പദ്ധതി, ദൈവത്തിനൊരു ലക്ഷ്യം, ദൈവത്തിനൊരു ഉദ്ദേശം, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണേ, അല്ലെങ്കിൽ ദൈവം 7-ാം നാൾ വിശ്രമിക്കുന്നതിന് മുമ്പ് ദൈവം വാസ്തവത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്, ദൈവം എന്താ ചെയ്തത്. അപ്പം ദൈവം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ദൈവം വിശ്രമിക്കുമ്പോൾ അതിനു മുമ്പ് ദൈവം പ്രവൃത്തിയിലാണ്, അധ്വാനത്തിലാണ്, ജോലിയിലാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചും നമുക്കിന്ന് ഒരു സ്വസ്ഥത ദൈവം വെച്ചിരിക്കുമ്പോൾ അതേപോലെ ഒരു ശബത്തനുഭവം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശബത്തനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു ജോലിയുണ്ട്. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കാനുള്ള ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വിശ്വസിക്കുവാൻ, അതിനുവേണ്ടി വിശ്വാസം കാത്തുകൊള്ളുവാൻ നമുക്കൊരു പോരാട്ടമുണ്ട്. 2 വാക്യങ്ങളാണ് നമുക്ക് ഇനി മുമ്പിൽ വായിക്കാനുള്ളത്. ഒന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6:11. അവിടെ നമുക്ക് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമാവും. അതിൻ്റെ 9 തൊട്ട് നമുക്ക് ആ പശ്ചാത്തലം നമുക്ക് വായിച്ചു കടന്നു പോകാം. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനമല്ല, അതുകൊണ്ട് ആലങ്കാരികമായ കാര്യങ്ങൾ നമ്മൾ വിട്ടേക്കണം. കാരണം ആലങ്കാരികമായിട്ട് നമുക്ക് ആലങ്കാരിക വാക്യങ്ങളെ ആലങ്കാരികമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബൈബിളിലെ മറ്റു വാക്യങ്ങൾ, മറ്റു വചനങ്ങൾ കൊണ്ടാണ് അതിന് വ്യാഖ്യാനിക്കുന്നത്, ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. അതായത് നമുക്കൊന്ന് കടന്നു പോവാം വായിക്കാൻ. എന്നാൽ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അപ്പം അവർക്ക് സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
അവരുടെ ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്തു? അവരുടെ വിശ്വാസം, അതായത് ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരെന്നും മരിച്ചു, അവരെ കൊന്നു, രക്തസാക്ഷികളായി. അങ്ങനെയുള്ള ആത്മാക്കളെ ഞാൻ കണ്ടു. എന്നിട്ട് പറയാം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. അപ്പം വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോടെന്ന് പറയുമ്പോൾ ഞങ്ങളെ ഉപദ്രവിച്ചവരെ, അത് ഇപ്പൊ നമുക്കവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ കാലഘട്ടത്തിൽ ആരുമാകാം, ഭരണാധിപന്മാരാകാം, അവരെ ഉപദ്രവിച്ചതും അവരെ കൊന്നുകളഞ്ഞതുമായിട്ടുള്ള ആരുമാകാം. നമുക്ക് ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ മൃഗങ്ങൾക്ക് പലരെയും വിട്ടുകൊടുത്തു. തൂണുകളിൽ കെട്ടിയിട്ടിട്ട് തുണി അവരുടെ മേൽ ചുറ്റി ടാറൊഴിച്ച് വെളിച്ചത്തിന്റെ ധൂപങ്ങൾ, ദീപ അല്ലെങ്കിൽ ആ തൂണുകളായിട്ട് അവരെ വിളക്കുകാലികളായിട്ട് അവരെ കത്തിച്ച് അവരെ ആസ്വദിക്കണം. അവർ പല പല ഗെയിമുകളിലേക്കും പ്രവേശിക്കണം, ക്രിസ്ത്യാനികളെ കത്തിച്ചുകൊണ്ട്. അങ്ങനെയുള്ള കാലഘട്ടമാണ്. അപ്പം അങ്ങനെയുള്ള ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ കടന്നുപോയ ആ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കടന്നു പോകുമ്പോൾ ദൈവമേ നീ എത്രത്തോളം ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചവരോട് നീ എത്രത്തോളം, അതായത് ഭൂമിയിൽ വസിക്കുന്നവരോട് എത്രത്തോളം നീ ഇതിനെക്കുറിച്ച് പ്രതികാരം, ന്യായവിധിയും പ്രതികാരം നടത്താതെ ഇരിക്കും എന്നുറക്കെ നിലവിളിച്ചു. നമ്മുടെ വാക്യം പറയുന്നതാണ് അവിടെ നമുക്ക് കാണാം. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയ്ക്ക് കൊടുത്തു. അത് കാണിക്കുന്നത് അവർക്ക് തൽക്കാലം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസത്തിന്റെ, അതായത് ഇപ്പോൾ നിങ്ങൾ സമാധാനമായിരിക്കും, അവർക്ക് അല്പം ആശ്വസിക്കാൻ തക്കവണ്ണമുള്ള കാര്യമാണ്. വെള്ളം നിലയ്ക്ക് കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പോൾ അല്പകാലം കൂടി നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കെ, ഞാൻ സമയമാകുമ്പോൾ ഞാൻ അത് ചെയ്യും, എൻ്റെ പ്രതികാര ദിവസം വരുമ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വസ്ഥമായിരിക്കണം. നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നുപോകില്ല. ആ ഒരു കാര്യത്തിലാണ് നമുക്ക് കാണാം. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നാം വായിക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 14-ന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 14-ന്റെ 13 അവിടെ നമുക്ക് വായിക്കാം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പൊ നോക്കാം, കർത്താവിൽ മരിക്കാൻ പറ്റും, കർത്താവിന് വെളിയിൽ മരിക്കാൻ പറ്റും. അതായത് ദൈവത്തെ കൂടാതെ ജീവിച്ചിട്ട് ദൈവത്തിലേക്ക് പ്രവേശിക്കാതെ, യേശുവിനോട് ചേരാതെ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുവാൻ, പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ, പാപങ്ങളെ കഴുകപ്പെട്ട ദൈവത്തിന്റെ ജനമായിട്ട് രാജകീയ പുരോഹിത വർഗം, അവരെ, അതായത് ക്രിസ്തുവിനോട് ചേർന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്, ദൈവത്തിന്റെ രാജ്യമാണ്. അവർ പുരോഹിതന്മാരാണ്, അവന്റെ മണവാട്ടിയാണ്, അവന്റെ ആട്ടിക്കൂട്ടമാണ്. ക്രിസ്തു എന്ന തലയുടെ ശരീരമാണത്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാത്തവർ ക്രിസ്തുവിലല്ല, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് റോമർ 8:9 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. കാരണം ദൈവം അവനിലും അവൻ ദൈവത്തിലും വസിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പൊ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ജനത്തെയാണ് പറയണത് കർത്താവിൽ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ. അപ്പൊ ഈ ദൈവത്തിലും ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു ജീവിതത്തോടുകൂടി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് അവൻ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അവസാനം വരെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, ഒരു ദിവസം നമ്മളുടെ ഈ പ്രവൃത്തികളെല്ലാം ഓട്ടം ഓടി തികച്ച് നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് ചേരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നു മുതൽ അങ്ങനെയുള്ള ഒരു മരണത്തോടുകൂടി കടന്നു പോകുമ്പോൾ പറയാണ്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് എന്തുണ്ട്? പ്രയത്നം. ലോകത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്?
നമ്മൾ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും, ഇതാണ് നമ്മുടെ പ്രയത്നം. ലോകത്തിൽ നമ്മുടെ പ്രയത്നം, നമ്മൾ ലോകത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രയത്നം എന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രയത്നം? ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസം പോലും ജീവിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? ദൈവഹിതം, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മഹനീയമായി നമുക്കൊരു എയിം, നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം വെച്ചിരിക്കണം. ദൈവം നമുക്കൊരു പദ്ധതി ക്രമീകരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം വെച്ചേക്കാണ്. എവിടേക്കാണ് നമ്മൾ ഒരു ദിവസം ചെല്ലാൻ പോണത്? ആ ദിവസത്തിലേക്ക്, ആ സ്ഥലത്തേക്ക്, ആ സ്വസ്ഥതയിലേക്ക്, ആ സമാധാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു അധ്വാനമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന്, നമുക്കൊരു പ്രയത്നമുണ്ട് ഇവിടെ. വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ നമുക്ക്, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം ഇവിടെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാവുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പൊ അവരെന്തിനു വേണ്ടി പ്രയത്നിച്ചോ, എന്തിനു വേണ്ടി അവർ അധ്വാനിച്ചോ, എന്താണ് ഭൂമിയിൽ അവർ ക്രിസ്തുവിന്റെ ആത്മാവിൽ അവർ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം അവർ അനുസരിച്ചതും ദൈവത്തെ വിശ്വസിച്ചതും, ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, പല പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ആത്മാക്കളെ നേടുക. ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ അധ്വാനം. ക്രിസ്തുവിലേക്ക് നമ്മൾ ആളുകളെ നേടുവാൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രയത്നം, നമ്മുടെ വിശ്വാസം. അവസാനം കർത്താവ് പറയുന്നത് വേലക്കാർ ചുരുക്കമാണ്, പക്ഷെ വിളവ് അധികമുണ്ട്, വേലക്കാർ ചുരുക്കം. അപ്പൊ ഈ ദൈവം ഏൽപ്പിക്കുന്ന ഈ ആ കൊയ്ത്ത്, ഇല്ലെങ്കിൽ വിളവ്, ആ വിളവിന്റെ നാഥനായ ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പ്രയത്നം, വിശ്വാസത്തിലൂടെ നമ്മുടെ സ്നേഹപ്രയത്നം, ദൈവത്തെ, നമ്മുടെ നാഥനോട്, നമ്മുടെ യജമാനോടുള്ള സ്നേഹപ്രയത്നത്തിലാണ് നാം ഓരോ ദൈവമക്കളും ക്രിസ്ത്യാനികളും ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ പ്രയത്നങ്ങളിൽ നിന്ന് നിവൃത്തി ആകേണ്ടതാണ്, എന്നിട്ട് വിശ്രമിക്കേണ്ടതാണ്. ദൈവം വെച്ചേക്കണത് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അത് ദൈവം മറക്കുന്നില്ല. ഒരു ദിവസം, അല്ലെങ്കിൽ അന്ന് ആ ദിവസം, ദൈവത്തിന്റെ ആ ദിവസം, അത് നമുക്കത് ബഹുമതിയായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നമുക്ക് തന്ന താലന്തുകളുടെ കണക്ക്, ഇതിനെല്ലാം അന്ന് നമ്മുടെ യജമാനൻ നമ്മളെ അനുമോദിക്കുന്ന ഒരു സമയമാണത്. നമുക്കതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിച്ച പോലെ ദൈവത്തിന്റെ ജനത്തിന് എന്തവശേഷിച്ചിരിക്കുന്നു? ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ, ആ ശബത്ത് അനുഭവത്തിലേക്കാണ്. അപ്പൊ ഇത് കനാനാടല്ല, കനാനാട് ഒരു പ്രതീകമായിരുന്നു, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലമല്ല. അതൊക്കെ സ്വർഗത്തിന്റെ നിഴൽ മാത്രമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം വെച്ചിരിക്കുന്നത് സ്വർഗമാണ്. അതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് കേൾക്കുന്ന ഓരോ വിഷയത്തിന്റെ നടുവിലും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് മുമ്പേ ഒരുപാട് ആൾക്കാരാണ് കടന്നുപോയത്. ഒരുപാട് ആൾക്കാരാണ് നമുക്ക് മുമ്പേ കടന്നുപോയി. ഒരു വിശ്വാസം കാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നമ്മൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് അതിശ്രദ്ധയോടുകൂടി നമ്മൾ കരുതേണ്ടത് വളരെ ആവശ്യമാണ്. ഹൃദയത്തിൽ നമുക്ക് സ്തുതിക്കാം, ദൈവത്തിന് നന്ദിയേറ്റാം. ഈ ഒരു വിശ്വാസം നമുക്ക് തന്നു, ഈ ഒരു വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ ഈ പ്രത്യാശ ദൈവം നമുക്ക് ഒരുക്കി, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം, ഒരു ചിത്രം, നമ്മൾ അവസാന ദിവസം എവിടെ നിൽക്കും എന്ന് ദൈവം നമ്മളെ മുന്നറിയിച്ചിരിക്കുക. ദൈവത്തിന് നന്ദിയേറ്റാം. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് നമ്മൾ പോണത്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഉത്സാഹിക്കുന്നത്. ആ ലക്ഷ്യം, ഒരു ദിവസം അവനിരിക്കുന്ന പോലെ നാം ഇരിക്കും, അവനെ പോലെ നാം ആകും. ഓക്കെ,